ജിയാസിയം JRC. ഒഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ്. ജിയാസിയം പ്രദീപ് സാർ എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ജെമിനി ബാബു, കോട്ടയത്ത് പുതുപ്പള്ളിയിൽ താമസിക്കുന്നു. 14 വർഷമായിട്ട് RCM എന്ന ഈ പ്രസ്ഥാനത്തില് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ബാബു സാറിന്റെ കൂടെ ഇപ്പം ആദ്യം സാറ് പറഞ്ഞു സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രാധാന്യം RCM അല്ലെ ഫാമിലി ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് സാറ് പറഞ്ഞു. അപ്പൊ ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം സാറ് പറഞ്ഞു. തുടക്കകാലത്ത് കുറച്ചൊക്കെ എതിർത്ത് നിന്നിരുന്ന ഞാന് ഇന്ന് ബാബു സാറിന്റെ കൂടെ 14 വർഷമായിട്ട് RCM എന്ന ഈ പ്രസ്ഥാനത്തിൽ സാറിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. അതില് ഒരുപാട് റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഫാമിലി ആയിട്ട് RCM ബിസിനസ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാല് ഈ RCM എന്ന ഈ പ്രസ്ഥാനത്തെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇതിൽ പ്രയത്നിച്ചാല് അതിനുവേണ്ടി നമ്മൾ തയ്യാറായാല് RCMല് നമുക്ക് സക്സസ് ആകാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും ഇപ്പോഴും RCM എന്ന പ്രസ്ഥാനത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇതിനൊരു ആഴമുണ്ട്. ആ ഒരു ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. നമ്മളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അത്രത്തോളം ഇതിനെ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ്. അത്രയും വലിയൊരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു RCM എന്ന ഒരു അമൂല്യ രത്നം തന്നെയാണ്. രത്നത്തിന്റെ ഒക്കെ വില നിങ്ങൾക്ക് അറിയാം അല്ലെ? നമുക്കറിയാം. അപ്പം അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഈ അമൂല്യ രത്നത്തെ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പോരായ്മ. നമ്മൾ ഓരോരുത്തരും, ഇപ്പൊ ഞാനാണെങ്കിലും 14 വർഷമായി RCM നിൽക്കുന്നു. ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടി. പക്ഷെ ഇനി എന്തൊക്കെയോ മനസ്സിലാക്കാനുണ്ട്. അതാണ് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മൾക്കാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ട് അല്ലെ? നമുക്കറിയാം നമ്മളൊക്കെ സാധാരണക്കാരാണ്, ഞങ്ങളും സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. പക്ഷെ നമുക്കൊരു ഡ്രീം, എല്ലാവർക്കും ഡ്രീം ഉണ്ട്. പക്ഷെ നമ്മളുടെ ഒരു വിചാരം ഇത് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഡ്രീംസ് ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ മൂടി വെക്കുകയാണ് ചെയ്യുക. നമ്മളെ കൊണ്ട് സാധിക്കില്ല, ഇത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാണ് വിചാരം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഡ്രീംസ് ഒക്കെ മൂടി വെച്ചിട്ട് നമ്മുടെ മക്കളിലൂടെ ഇത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ നമുക്ക് ചിന്തിക്കാം, അവരെ കൊണ്ടും ഇത് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. പിന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മക്കളിലൂടെ നമ്മൾ ഇത് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന്. ഡ്രീം ഉണ്ടെങ്കിൽ RCMല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ വിചാരിക്കേണ്ടത് RCM എന്റെ സ്വന്തം ബിസിനസ്സാണ്. ആദ്യം നമ്മുടെ ചിന്തയിലേക്ക് അത് കൊണ്ടുവരിക. RCM എന്റെ സ്വന്തം ബിസിനസ്സാണ്. പലപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കുക, ഇത് ലീഡേഴ്സിന് വേണ്ടി ചെയ്യുന്നു, അല്ലെ ലീഡേഴ്സ് നേടുന്നു. അങ്ങനെയല്ല. RCMല് നമ്മൾ വന്നു കഴിഞ്ഞാൽ, അല്ലെ RCM നമ്മൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇത് എന്റെ സ്വന്തം ബിസിനസ് ആണെന്നുള്ള ചിന്ത നമ്മുടെ തലയിൽ, അല്ലെ നമ്മുടെ ഉള്ളിലേക്ക് അത് കൊണ്ടുവരിക. തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് ഒരു സക്സസിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എന്റെ സ്വന്തം ബിസിനസ്. അത്രയ്ക്കും വലിയൊരു കമ്പനിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കമ്പനി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, RCM വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം RCM ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. പക്ഷെ മറ്റുള്ള ഡയറക്റ്റ് മാർക്കറ്റിംഗ് പ്രസ്ഥാനങ്ങളെക്കാട്ടിലും ഡിഫറെന്റ് ആയിട്ട്, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഇതില് അധികം പേര് രാജസ്ഥാനിൽ പോയി, നമ്മുടെ ബിൽവാരയിൽ പോയി കമ്പനി കണ്ടിട്ടുള്ളവരാണ്, അല്ലെ നമ്മുടെ RCM വേൾഡ് പോയിട്ടുള്ളവരാണ്. അവിടെ നിങ്ങളൊക്കെ നമ്മുടെ കമ്പനിയുടെ ഒരു ഓഡിറ്റോറിയം, അല്ലെ, നമുക്ക് അവിടെ അറിയാം, ഒരു 1000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, 1000-ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ സ്വന്തമായിട്ട് ഒരു ഓഡിറ്റോറിയം അവിടെ ഉണ്ട്. എത്ര ഭംഗിയായിട്ട് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ പോയി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് പ്രസ്ഥാനത്തിലെ അങ്ങനെയുള്ള ഒരു ഓഡിറ്റോറിയങ്ങളോ ഇത്രയും വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മള് മറ്റുള്ള മാർക്കറ്റിംഗ് ഡയറക്റ്റ് മാർക്കറ്റിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് പ്രസ്ഥാനങ്ങൾ നമ്മൾ ഒത്തിരി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമ്മുടെ മുന്നിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത്രത്തോളം കമ്പനി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പം നമ്മള് ഇന്ത്യ ഒട്ടാകെ ഒരുപാട് ആൾക്കാർ RCMനെ അറിയുന്നു. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് TCG മകനിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തു.
അപ്പൊ അവരുടെ പ്ലാൻ അല്ലെങ്കിൽ കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ലോകം ഒട്ടാകെ RCMനെ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് RCMനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കിന് ലോകം മുഴുവനും ബിൽവാരയിലെ RCM വേൾഡ് അറിയപ്പെടും. ഇപ്പൊ നമ്മൾക്ക് മാത്രമേ അല്ലെ ഇന്ത്യയിൽ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇത് അറിയപ്പെടാൻ പോകുന്ന വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു കാലഘട്ടം വന്നുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ ആ സമയം നമ്മളൊക്കെ അത് കാണും. നമ്മളൊക്കെ RCMൽ ഉള്ളത് കൊണ്ട് RCMൽ ഉള്ളവര് അത് കാണും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നത്, ആ പ്രസ്ഥാനത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ പ്രസ്ഥാനത്തെ സ്വയം നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഒരുപാട് ലീഡേഴ്സ് RCMലൂടെ വന്ന് ഇന്ന് ഒരുപാട് വളർന്ന് അല്ലെങ്കിൽ ആകാശത്തോളം വളർന്നു നിൽക്കുന്ന നമ്മുടെ ഒത്തിരി ലീഡേഴ്സ് ഉണ്ട് അല്ലെ. നമുക്കറിയാം നോർത്ത് ഇന്ത്യയില് കുറെ ലീഡേഴ്സ് ഉണ്ട്. പോട്ടെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ ലീഡേഴ്സ് ഉണ്ട് നമ്മൾക്ക് RCM എന്ന ഈ പ്രസ്ഥാനത്തിലൂടെ വളർന്ന് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. 1-2 പേരല്ല, ഇഷ്ടം പോലെ നമുക്ക് എണ്ണിയാ തീരാത്ത അത്രയും ആൾക്കാർ നമുക്ക് ഇന്ത്യയിലെ RCMലൂടെ വളർന്നു. അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ RCMന്റെ ഒരു പ്രോഡക്റ്റ് ഉള്ള സമയത്ത് വളർന്നു വന്ന ഇഷ്ടം പോലെ ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ കാണാനുണ്ട്. അപ്പൊ ഇതിലൂടെ നമ്മൾക്കും അതേപോലെ വിജയിക്കാൻ സാധിക്കും എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. നമ്മൾ സ്വയം RCMനെ ഏറ്റെടുത്ത് വളർത്തുക. അപ്പൊ നമ്മൾക്കും വളരാൻ പറ്റും. അപ്പം ഒരു പ്രോഡക്റ്റ് ഉള്ള സമയത്ത് വന്ന് RCMനെ വിശ്വസിച്ച് അല്ലെങ്കിൽ TCG പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് RCMൽ നിന്നവര് ഇന്ന് ഒരുപാട് വളർച്ചയിലേക്ക് എത്തി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സ്വയം RCMനെ ഏറ്റെടുത്ത് വളർത്തിയാൽ നമുക്കും യഥേഷ്ടം വളരാം. ഈ പറഞ്ഞ പോലെ ആകാശത്തോളം വളരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇത്രയും വ്യത്യസ്തമായ ഒരു ആദ്യം ഞാൻ പറഞ്ഞു, ഇത്രയും വ്യത്യസ്തമായ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഏറ്റെടുത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. നമുക്കൊക്കെ അറിയാം, സാധാരണക്കാരായ നമ്മളൊക്കെ കഷ്ടപ്പാടിലും കടബാധ്യതയിലും ബുദ്ധിമുട്ടിലും ഒക്കെ നമ്മൾ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജീവിച്ചിട്ടുള്ളവരാണ്. അത് ഇപ്പോഴും അതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ്. പക്ഷെ എന്നും നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നമ്മൾക്കും ഒരു സന്തോഷം വേണ്ടേ? അപ്പൊ നമ്മളെ കൊണ്ട് നേടാൻ പറ്റാത്തത് നമ്മൾ എന്താ വിചാരിക്കുക, നമ്മുടെ മക്കളിലൂടെ നമുക്ക് നേടിയെടുക്കാം, അല്ലെ മക്കളിലൂടെ നമ്മൾ ആ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ സന്തോഷങ്ങളൊക്കെ നേടാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊക്കെ പറ്റുമോ ഇല്ല നമുക്ക് ഉറപ്പൊന്നുമില്ല, നമ്മുടെ ആഗ്രഹമാണ്. പിന്നെ നമുക്ക് കിട്ടേണ്ട സന്തോഷങ്ങൾ നമ്മൾ അനുഭവിക്കുക, നമ്മളിലൂടെ നമ്മുടെ മക്കൾ അനുഭവിച്ചാൽ നമ്മൾക്ക് അതൊരു ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് RCM എന്ന ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്താ പറയാ, ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല അല്ലെ. നമ്മൾ ഒരാളെ RCM പരിചയപ്പെടുത്തി കൊടുത്താൽ ഒരാൾക്ക് ഒന്നും നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണിത്. മറ്റുള്ളവർക്ക് നേടിക്കൊടുത്തുകൊണ്ട് നമുക്കും ഏൺ ചെയ്യാൻ പറ്റും ഇതിലൂടെ. അതാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നാടിന് എന്തെങ്കിലും കുഴപ്പം വരുത്തുന്നുണ്ടോ? നമ്മളൊന്നുമില്ല. നമ്മുടെ കൂടെ വരുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളിത് പരിചയപ്പെടുത്തുന്നവർക്ക് എന്തെങ്കിലും കുഴപ്പം വരുത്തുന്നുണ്ടോ? ഒരു കുഴപ്പവുമില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല. നമ്മൾ RCMന്റെ ഒരു ഐഡിയ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു മെമ്പർഷിപ്പ് എടുക്കുന്നു, നമ്മൾക്ക് വീട്ടിലേക്ക് വേണ്ട പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു, അവരെ കൊണ്ട് ഉപയോഗിക്കുന്നു. ഒരു നന്മയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു നന്മയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എത്ര പേര് വരുന്നുണ്ടോ അവരെ ചേർത്ത് നിർത്തി അവരെ കൂടി വിജയിപ്പിക്കണം. അവരെ കൂടി വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്കും വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഇവിടെ ആര് RCMൽ വിജയിച്ചാലും എല്ലാവർക്കും ഇതിലൂടെ ആരോഗ്യമായിട്ടും വരുമാനമായിട്ടും സമ്പത്തായിട്ടും ബന്ധങ്ങളായിട്ടും എല്ലാം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. കാരണം തുടക്കകാലത്ത് എന്താ പറയാ, ഞങ്ങളൊക്കെ 14 വർഷം RCMലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു. ഇന്നും കുറച്ചൊക്കെ നമ്മൾ ചെയ്യണം, അത്രത്തോളം വേണ്ട. അന്ന് തുടക്കകാലത്തെ ലീഡേഴ്സ് ചെയ്തത്രയും ഒന്നും ഇന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാറ്റിവെച്ച് RCMന് വേണ്ടി കുറച്ച് കൂടുതൽ സമയം കൊടുത്ത് നമ്മുടെ കൂടെ വരുന്നവരെ ചേർത്ത് നിർത്തി അവരെ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്കും വിജയിക്കാൻ സാധിക്കും, നമ്മുടെ കൂടെ വരുന്നവരെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും കുറച്ചൊക്കെ നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കണം. കുറെ കാര്യങ്ങളൊക്കെ ചെറിയ ഒത്തിരി നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ഇപ്പൊ നമ്മളൊരു ജോലി ഏറ്റെടുക്കുകയാണ് ഇതല്ലേ. അപ്പൊ ഈ ഒരു ജോലി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഇപ്പോഴും നമ്മളൊക്കെ കംഫർട്ട് സോണിൽ നിൽക്കുകയാണ്, നമ്മൾ അത് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ തുടക്കകാലത്തെ ലീഡേഴ്സ് ഒക്കെ
നിങ്ങൾ അവരുടെ കഥകളൊക്കെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുള്ളവരാണ്. അതെല്ലാം അവര് ആ സമയത്ത് അവരൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവര് കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ ഇറങ്ങി അതിനെ ബ്രേക്ക് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇന്നൊക്കെ അവര് ഒരു ലെവലിലേക്ക് വന്ന് നിൽക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളാണ്. തുടക്കകാലത്ത് വന്ന ലീഡേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ ലീഡേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ നമ്മളൊരു പുതിയ ഒരാളെ കൊണ്ടുവന്നാല് സീനിയർ ലീഡേഴ്സിനെ കാണിച്ചു കൊടുക്കാനുണ്ട്, അവരുടെ വരുമാനം കാണിച്ചു കൊടുക്കാനുണ്ട്. എല്ലാം ഓപ്പൺ ആണ് ഇവിടെ. RCMൽ എല്ലാം ഓപ്പൺ ആണ് അല്ലെ? നമ്മുടെ ലീഡേഴ്സിന്റെ വരുമാനം വരെയും നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും അറിയാം. സീനിയർ ലീഡേഴ്സ് മുതൽ ഓരോരുത്തർക്കും കിട്ടുന്ന വരുമാനം അടക്കം നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വരുന്നവരെ ചേർത്ത് നിർത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾക്കും അവർക്കും വിജയിക്കാൻ സാധിക്കും. ഇത്രയും ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് നമ്മുടെ TCG എത്തിച്ചു തരുന്നത് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. നമ്മൾ 100% പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതിന് യാതൊരു മുടക്കവും വരാൻ പാടില്ല. 100% പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. അത് മറ്റുള്ളവരുടെ ലോകോത്തര നിലവാരമുള്ള പ്രോഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അത്യാവശ്യം നമ്മുടെ എല്ലാ വീടുകളിൽ ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കാരണം ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും പ്രോഡക്റ്റിന് ക്ഷാമം ഉണ്ടാവില്ല. നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഡിസ്പ്ലേ വാൾ തുടങ്ങുക. ഡിസ്പ്ലേ വാൾ നമ്മുടെ കൂടെ വരുന്നവരെ കൊണ്ടും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. അതായത് 10,000 രൂപയുടെ മിനിമം പ്രോഡക്റ്റ് ആണല്ലോ ഡിസ്പ്ലേ വാളിൽ എടുക്കേണ്ടത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുക. നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ മിനിമം നമ്മള് ഡയമണ്ട് ക്ലബെങ്കിലും ചെയ്തിരിക്കുക. 5000 PV നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ? അപ്പൊ നമ്മളെങ്ങനെ RCMലേക്ക് വന്നു, ജോയിൻ ചെയ്തു, വീട്ടിലേക്ക് വേണ്ട പ്രോഡക്റ്റുകൾ അത്യാവശ്യം വാങ്ങിച്ചു, ഇങ്ങനെ പോകുന്നതല്ലാതെ RCMനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം നമ്മൾ ഡയമണ്ട് ക്ലബെങ്കിലും ചെയ്തിരിക്കണം. അതിന്റെ സാധ്യത അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത നമ്മൾക്ക് നമ്മുടെ കൂടെ വരുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്ത് നമുക്ക് RCMലൂടെ സക്സസ് ആകാൻ പറ്റും. പിന്നീട് നമ്മൾക്ക് എന്താ പറയാ, നമ്മൾക്ക് നമ്മുടെ സന്തോഷങ്ങളൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് നമ്മളത് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ? അപ്പൊ ഈ ഡിസ്പ്ലേ വാൾ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ഡിസ്പ്ലേ വാൾ എടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഡയമണ്ട് ക്ലബ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മുടെ കൂടെ ഉള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർ ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവും. അവർക്ക് ഇതിന്റെ സാധ്യത നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് എന്താ പറയാ, മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഇതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടെ പഠിപ്പിച്ചു കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് RCMലൂടെ സക്സസ് ആകാൻ സാധിക്കും. നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെ വരുന്നവർക്കും. അപ്പൊ RCMൽ കൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു 1-2 കാര്യങ്ങൾ, നമുക്ക് അധിക സമയമില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം നമുക്ക് RCMൽ കൂടെ കിട്ടുന്ന ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നു അല്ലെ? RCM ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാർ, സാധാരണക്കാര്. കാരണം കിട്ടുന്ന വരുമാനം കൊണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ജോലിയോ അല്ലെങ്കിൽ ചെറിയൊരു ട്രഡീഷണൽ ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അതും കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വിഷമിച്ചിരിക്കുന്നവരാണ് അധികം ആൾക്കാരും. ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്, നമ്മളെ പോലെ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആർക്കും RCMലേക്ക് കടന്നു വരാം അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കൂടെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ അതിന് നമ്മളിപ്പോ എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിക്കുകയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നിർത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എക്സ്ട്രാ ഇൻകം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, RCMലെ തുടക്ക സമയത്ത് പെട്ടെന്ന് ഒരു വലിയ ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. ചെറിയ ചെറിയ വരുമാനത്തിലൂടെയാണ് വളർന്ന് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും അങ്ങനെ തന്നെ, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് RCMലേക്ക് വരുന്നത്. പെട്ടെന്ന് സ്റ്റാർ എംപ്ലോയ്ഡ് ആയതല്ല. 14 വർഷത്തെ പരിശ്രമം കൊണ്ട് ചെറിയ ചെറിയ വരുമാനത്തിലൂടെ ടീമിനെ വളർത്തിക്കൊണ്ടാണ് ഓരോ ലീഡേഴ്സും വളർന്നു വരുന്നത്. അപ്പൊ ആ ചെറിയൊരു വരുമാനം നമുക്ക് തുടക്കത്തിലുള്ളപ്പം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പെട്ടെന്ന് നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഇൻകം നമുക്ക് നേടാൻ സാധിക്കും. പക്ഷെ നമ്മൾ അവിടെ എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എക്സ്ട്രാ ടൈം കണ്ടെത്തണം. നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുവാണെങ്കിൽ ആ ജോലിക്ക് പോയി വന്നതിന് ശേഷം ബാക്കി സമയം നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മൾ സെയിലിന് പോയി ആൾക്കാരെ പരിചയപ്പെടുത്തി നമ്മൾ ടീം ബിൽഡ് ചെയ്ത് RCMലേക്ക് നമ്മൾ അവരെ നമ്മുടെ ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കുക. അപ്പൊ ടൈമാണ് നമ്മൾ മെയിൻ ആയിട്ടും അവിടെ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പാഴാക്കി കളയുന്ന കുറെ സമയങ്ങളുണ്ടല്ലോ.
കുറെ സമയം നമ്മൾ വെറുതെ കളയാറുണ്ട്. ഇപ്പം ആർസിഎമ്മില് 24 അവേഴ്സ് ചെയ്യുന്നതിലെ ആർസിഎമ്മിനെ ഏറ്റെടുത്ത് ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മള് ആർസിഎമ്മില് തുടക്ക സമയത്ത് അല്ലെങ്കിൽ നമ്മള് കുറച്ച് ആൾക്കാരെ നമ്മൾ തുടക്കത്തിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ കുറെ സമയം വെറുതെ അവരെ എന്തിനാ വെറുതെ പാഴാക്കി കളയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പാഴാക്കി കളയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു പാഴാക്കി കളയുന്ന സമയം നമ്മൾ ആർസിഎമ്മിന് വേണ്ടി മാറ്റി വെച്ചാല് ആ സമയത്തെ നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് എക്സ്ട്രാ ഇൻകം ആർസിഎമ്മിലൂടെ നേടാൻ സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ജോലി ഉപേക്ഷിച്ചിട്ട് തുടക്കത്തിലേക്ക് വരണമെന്ന് പറയുന്നില്ല. എക്സ്ട്രാ ടൈം കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മൾ പാഴാക്കി കളയുന്ന സമയം ആർസിഎമ്മിന് വേണ്ടി മാറ്റി വെക്കുക അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അപ്പം നമുക്ക് ആ ഒരു ചെറിയ വരുമാനം തുടക്കത്തിൽ കിട്ടുന്നത് ആയിട്ട് നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എക്സ്ട്രാ ഇൻകം കിട്ടും എന്നുള്ളത് ആഗ്രഹിക്കുന്നവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി തയ്യാറാകുക. എന്താ അതിന് നമ്മൾ കണ്ടെത്തേണ്ടത് എക്സ്ട്രാ ടൈം ആണ്. അല്ലെങ്കിൽ പാഴാക്കി കളയുന്ന ടൈം. അത് ശരിക്കും പറഞ്ഞാല് നല്ല ഒരു പോയിന്റ് ആണത്. ടൈം ആണ് നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആർസിഎമ്മില് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ടൈം ആണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഉണ്ടാവും. കുറെ സമയം പാഴാക്കി കളയുന്ന എല്ലാവരും ഉണ്ട്. അപ്പൊ ആ ഒരു പാഴാക്കി കളയുന്ന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്ട്രാ ഇൻകം ആർസിഎമ്മിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. രണ്ടാമത് നമുക്ക് കിട്ടുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ഇതൊക്കെ എല്ലാ ലീഡേഴ്സും എല്ലാ ക്ലാസ്സുകളിലും എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് ആർസിഎമ്മിൽ പുതിയതായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ സീനിയർ ലീഡേഴ്സ് ഒക്കെ ചെയ്തു വന്ന കാര്യങ്ങള് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. നമ്മളിത് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളും പഠിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ആർസിഎമ്മിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ചില സമയത്ത് പറയുന്നതൊന്നും നമ്മുടെ തലയിൽ കേറിന്ന് വരത്തില്ല. ചിലപ്പം വേറൊരാൾ പറയുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ തലയിൽ കേറി നമുക്കൊന്ന് സ്ട്രൈക്ക് ചെയ്യുന്നിരിക്കും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പഠിക്കാൻ നമുക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തില. എല്ലാരും അതെ. ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ പക്ഷെ ആർസിഎമ്മിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആർസിഎമ്മിൽ നമ്മൾ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ പറ്റത്തില്ല. നമ്മുടെ കൂടെ വരുന്നവരെ പഠിപ്പിച്ചേ പറ്റുള്ളൂ. നമുക്ക് ഒരാളോട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം എഡ്യൂക്കേഷൻ ആർസിഎമ്മിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് രണ്ടാമത് കിട്ടുന്ന ഒരു കാര്യം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ആർസിഎമ്മിൽ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് തുടക്കകാലത്തിലെ ആർസിഎമ്മിൽ കടന്നു വരുന്ന സമയത്ത് ഒന്നും സംസാരിക്കാൻ അറിയാത്ത ആളായിരുന്നു ഞാന്. സംസാരിക്കാൻ അറിയത്തില്ലെന്നല്ല, സംസാരിക്കാൻ പേടിയുള്ള ഒരാളായിരുന്നു. 10 പേരെ ഒന്നിച്ചുണ്ട് അല്ലെ 4 പേരെ ഒന്നിച്ച് കണ്ടാലേ മുട്ടിടിക്കും, കാല് വിറയ്ക്കും, ധൈര്യമില്ല. സംസാരിക്കാൻ ധൈര്യമില്ല. അങ്ങനെ ഭയമുള്ള ഒരാളായിരുന്നു ഞാൻ. ആദ്യകാലത്തൊക്കെ സാറ് മീറ്റിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ഇവിടുന്നേ ചട്ടം കിട്ടും. എന്നെ വിളിക്കരുത്, മൈക്ക് തരരുത്, ഒന്നും പറയാൻ പറയരുത്, ഉപയോഗിച്ച പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറയരുത്. കാരണം കൈയും കാലും വിറച്ച് നാക്കൊക്കെ വരണ്ട് തൊണ്ടയൊക്കെ ഉണങ്ങി ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റേജിൽ പോയി വെറുതെ അവിടെ കേറി നിന്നിട്ട് ആൾക്കാരുടെ മുന്നില് നാണം കെടണ്ടല്ലോ വിചാരിച്ച് ഇവിടുന്നേ പറഞ്ഞിട്ടാണ് പോവുക. ഇവിടുന്നേ പറഞ്ഞിട്ട് പോകുമ്പോ ഇവിടുന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇവരുടെയൊക്കെ സ്വഭാവം മാറും. സീനിയർ ലീഡേഴ്സ് മൂർത്തി സാർ ആയാലും ബിനു സാർ ആയാലും ബാബു സാർ ആയാലും ഒക്കെ ഇവിടുന്ന് അവർ സമ്മതിക്കും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ആദ്യം തന്നെ മൈക്കിങ് തരും. അപ്പത്തേക്കിന് ആകെപ്പാടെ വിറയലാവും. കാരണം എന്നാ പറയണ്ടേന്ന് അറിയത്തില്ല. ഇവരെന്തെങ്കിലും പറഞ്ഞതിന്റെ ബാക്കി പറയാനാണെങ്കിൽ പിന്നെയും പറ്റും. കാരണം ഇവര് പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ ആട്ട ഉപയോഗിച്ചു, ചപ്പാത്തി ഉണ്ടാക്കി, അതുണ്ടാക്കി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. പക്ഷെ ആദ്യം തന്നെ നമ്മളെ വിളിച്ചിട്ട് ഈ മയക്കും കൊണ്ട് തരുമ്പോഴത്തേക്കിന് കയ്യും കാലും മറിച്ചിട്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആ സമയത്തൊക്കെ എന്ത് ചെയ്യും? വുഡാർസിയം, ജിആർസിയം പേരും പറഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്യുക. എവിടെയാണെങ്കിലും അങ്ങനത്തെ സമയമായിരുന്നു. പക്ഷെ ആർസിഎമ്മിൽ വന്നതിന് ശേഷം ആർസിഎമ്മിലൂടെ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. ഇന്നിപ്പം എത്ര പേര് നിൽക്കുന്ന ഒരു നമ്മുടെ ഒരു ഹാൾ മീറ്റിംഗിലായാലും ഒരു സൂം മീറ്റിംഗിലായാലും ഞാൻ ഒരുപാട് പഠിച്ചെന്നോ ഒരുപാട് വലിയ ആളായെന്നുള്ള എന്നെക്കാട്ടിൽ ഒരുപാട് അറിവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ എന്നെക്കാട്ടി നന്നായിട്ട് ക്ലാസ് എടുക്കാൻ അറിയാവുന്ന ആൾക്കാർ ഈ സൂമിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ മാറ്റമാണ് പറഞ്ഞത്. എനിക്ക് ആർസിഎമ്മിലൂടെ ഉണ്ടായ മാറ്റമാണ് പറഞ്ഞത്. ഇന്ന് കാലും കൈയും വിറയ്ക്കാതെ അല്ലെങ്കിൽ മുട്ടിടിക്കാതെ നാവിലെ വെള്ളം വറ്റാതെ വായിലെ വെള്ളം വറ്റാതെ സംസാരിക്കാൻ പറ്റും. പേടിയില്ലാതെ സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ചത് ആർസിഎം ആണ്. അല്ലെ ആർസിഎം വന്നതിന് ശേഷമാണ് എനിക്കത് സാധിച്ചത്. അപ്പം ആർസിഎമ്മിലൂടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അവനവന് സ്വയം തോന്നണം. അവനവൻ അത് ലഭിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ സീനിയർ ലീഡേഴ്സ് ഒക്കെ പറയാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒത്തിരി പേര് ഇപ്പം പട്ടാളക്കാരെ വിട്ടാല് അല്ലാതെ നോർമൽ അല്ല മറ്റു മേഖലയിൽ നിന്ന് വന്ന നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ ഇന്ന് വരെ കോട്ട് ഇട്ടിട്ടില്ല, ഷൂ ഇട്ടിട്ടില്ല, ടൈ കെട്ടിയിട്ടില്ല, ഇൻ ചെയ്തിട്ടില്ല ഷർട്ട്.
അങ്ങനെ ജീവിച്ച ഞങ്ങള് RCMൽ വന്നതിന് ശേഷം കോട്ടിടാൻ പഠിച്ചു, ടൈ കെട്ടാൻ പഠിച്ചു. അത് എന്താ പറയാ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു, ഷൂ ഇടാൻ പഠിച്ചു, സംസാരിക്കാൻ പഠിച്ചു, സ്വഭാവത്തെ മാറ്റി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവത്തെയൊക്കെ മാറ്റി നല്ല സ്വഭാവത്തിലേക്ക് വന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലീഡേഴ്സ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഞാൻ എന്റെ ഒരു മാറ്റമാണ് പറഞ്ഞത്. ആൾക്കാരോട് എങ്ങനെ ഇടപെടണമെന്ന് പഠിച്ചു. ഇതൊക്കെ RCMൽ വന്നതിന് ശേഷം പഠിച്ചാണ്. അല്ലെങ്കിൽ ക്ഷമിക്കാൻ പഠിച്ചു. കാരണം നമ്മൾക്കറിയാം വലിയൊരു ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ബാബു സാർ എന്ന് പറയുന്നത്. സാറിന്റെ ടീമൊക്കെ വലിയ ടീം തന്നെയാണ്. അപ്പം ഇത്രയും ആൾക്കാരെ മേയിച്ചുകൊണ്ടെന്ന് തന്നെ പറയാം. മേയിച്ചുകൊണ്ടൊക്കെ പോകണമെങ്കിൽ നല്ല ക്ഷമ വേണം. അപ്പം നമ്മള് എപ്പോഴും പറയുന്നല്ലേ, പല മാതാപിതാക്കളുടെ പല സ്വഭാവമുള്ള മക്കളാണ് എല്ലാവരും. അപ്പൊ ഈ പല സ്വഭാവമുള്ള ആൾക്കാരെ നമ്മൾ മേയിച്ചുകൊണ്ട് പോകണമെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലകെ അതിന് താഴെയൊക്കെ പോകണം. അപ്പൊ ആ ക്ഷമയൊക്കെ പഠിച്ചത് RCM വന്നതിന് ശേഷമാണ്. അപ്പൊ നമുക്കറിയാം പല സ്വഭാവം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒരു സംഭവം ഉണ്ട്. അതായത് ബൈബിളിൽ ഒരു നോഹ അപ്പൂപ്പനുണ്ട്. നോഹ അപ്പൂപ്പന്റെ കാലത്ത് യേശുക്രിസ്തു വെള്ളത്താല് ലോകത്തെ ശിക്ഷിക്കാൻ അല്ലെ നശിപ്പിക്കാൻ പോകുന്നു. ഒരു വലിയ പേടകം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും കയറ്റാനായിട്ട് നോഹ അപ്പൂപ്പനോട് പറയുന്നു. അപ്പം നിങ്ങൾക്കറിയാം ഈ ഭൂമിയിലെ എന്തെല്ലാം ജീവജാലങ്ങളുണ്ട്, ഉപദ്രവകാരികളുണ്ട്, ഉപദ്രവിക്കാത്തതുണ്ട്, മനുഷ്യരുണ്ട്. അപ്പം ആ വലിയൊരു പേടകം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് എല്ലാത്തിനും ഇണയായിട്ട്, അതായത് ഒരു ആണിനെയും ഒരു പെണ്ണിനെയും കയറ്റണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം മനുഷ്യരോടും കയറാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് മനുഷ്യരാരും അതിനുള്ളിൽ കയറിയില്ല. നോഹയും കുടുംബവും മാത്രമേ അതിനുള്ളിൽ കയറിയുള്ളൂ. പക്ഷെ അതിനകത്തുണ്ടായിരുന്ന ആ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങള്, പക്ഷികള്, ഇതെല്ലാം ജീവനുള്ളതാണ് അതിനുള്ളിലുള്ളതെല്ലാം. അപ്പൊ ഒരു ലീഡറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ നോഹയുടെ അവസ്ഥയാണ്. ഒരു പേടകത്തിനകത്ത് ഇത്രയും ജീവജാലങ്ങളെ അല്ലെങ്കിൽ ഉപദ്രവകാരികളെയും അല്ലാത്തവരെയും ഒക്കെ കൊണ്ട് 40 ദിവസത്തോളം ആ ഒരു പേടകത്തിനുള്ളിൽ ജീവിച്ച ഒരു കുടുംബമാണ് നോഹയുടെ കുടുംബം എന്ന് പറയുന്നത്. അന്ന് പറഞ്ഞ പോലാണ് ഓരോ ലീഡേഴ്സിന്റെ അവസ്ഥ. പല സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരെയൊക്കെ മേയിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമയില്ലാതെ RCMന്റെ ലീഡേഴ്സിന് മുന്നോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ RCM വന്നതിന് ശേഷം അവർക്ക് കിട്ടിയ ഒരു സ്വഭാവ മാറ്റമാണ്. അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ RCM വന്നതിന് ശേഷം ശരിക്കും എല്ലാവർക്കും മാറാൻ പറ്റും. കാരണം മാറണം. നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മൾക്ക് മാറണം. എന്റെ ടീമിന് ഞാൻ മാതൃകയാവണമെന്നുണ്ടെങ്കിൽ ഞാൻ മാറണം അല്ലേ? എങ്കിൽ മാത്രമേ എന്റെ ടീമിലെ എനിക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം മാറുക. എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ മാറ്റം ഉണ്ടാക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വരുന്ന ഓരോരുത്തരും, നമ്മുടെ ടീം മെമ്പേഴ്സ് ഓരോരുത്തരും നമ്മളിലൂടെ അല്ലെ നമ്മളെ കണ്ടുപഠിച്ച് അവരും മാറും. അപ്പൊ നമുക്ക് രണ്ടാമത് കിട്ടുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. പിന്നെ മൂന്നാമത് നമുക്ക് കിട്ടുന്ന കാര്യം ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ്. അപ്പൊ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലേക്ക് ഇഷ്ടം പോലെ ലീഡേഴ്സിനെ നമ്മൾക്ക് കണ്ട് നമ്മൾ പരിചയമുള്ള ആൾക്കാരുണ്ട്, പറഞ്ഞു കേട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പം നമുക്കറിയാം എന്തിനാ നമുക്കിവിടെ നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ മുഫ്തി സാറ്, സഫയർ ആണ്, സ്റ്റാർ റൂബി സുജിത് സാറുണ്ട്. ഇവരൊക്കെ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇഷ്ടം പോലെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അതിലും മേലെ ഉള്ള ലീഡേഴ്സിനെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഉള്ള ലീഡേഴ്സിനെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബിൽവാരയിലെ പോയപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, സൂമിലൂടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഈ എന്താ പറയാ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ആവശ്യം വരുമ്പോൾ ആരെ ആശ്രയിക്കാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന്, അവനവന്റെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് ചെലവ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറ്റാത്ത ഒരു കാര്യവുമാണ് അത് തന്നെ. ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന കാര്യം തന്നെയാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ സുജിത് സാറ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊക്കെ കേട്ട് കാണും. അപ്പം എന്താ സാറ് പറഞ്ഞത്? സാറ് RCM വന്ന കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്ത് സാറ് അദ്ദേഹത്തിന്റെ വൈഫിനെ കൊണ്ട് വിഷുവിന് ഷോപ്പിങ്ങിന് പോയ കാര്യം പറഞ്ഞു. അന്ന് സാറിന്റെ കയ്യില് പൈസ ഇല്ല അല്ലെ, സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് അന്ന് എങ്ങനെയാണ് ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സുകളാണ് അന്ന് എല്ലാവർക്കും എടുത്തെന്ന് പറഞ്ഞു. ഈ ലാസ്റ്റ് വിഷുവിന് അല്ലെങ്കിൽ RCM വന്നതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ വിഷുവിന് സാറ് എങ്ങനെയാണ് ബിനി മേഡത്തിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞു. കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കോഴിക്കോട് ഏറ്റവും വലിയൊരു ഷോപ്പിന്റെ ഫ്രണ്ടില് വൈഫിനെ കൊണ്ടിറക്കിയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഇഷ്ടമുള്ള സാധനങ്ങള് ഇഷ്ടം പോലെ വാങ്ങി നീ ഒരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പൊക്കോളാൻ അവനാണ്. സുജിത് സാറിന് മീറ്റിങ്ങിന് പോണായിരുന്നു. അപ്പൊ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ അതൊരു
ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലേ? നമ്മൾക്ക് ഇതൊന്നും ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അത്യാഗ്രഹമോ ഒന്നും അല്ല. ഇതൊക്കെ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എല്ലാവരുടെ മനസ്സിലും ഈ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ വിചാരം നമ്മളെ കൊണ്ട് ഇത് സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ട ഒരു അവസ്ഥ നമ്മുടെ കയ്യിൽ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അല്ലെ നമ്മുടെ ഒരു ചെറിയ ജോലി, നമ്മുടെ ചെറിയ വരുമാനങ്ങൾ കൊണ്ട് ഒരിക്കലും അത് സാധിക്കില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ഈ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഇഷ്ടംപോലെ ലീഡേഴ്സ് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ ആ ഒരു ലെവലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് മേലെ ഇഷ്ടംപോലെ ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ കേരളത്തിലുള്ള ലീഡേഴ്സിനെ അറിയാം. നോർത്ത് ഇന്ത്യയിലുള്ള ലീഡേഴ്സ് ഒക്കെ എങ്ങനെയാണ് അവര് താമസിക്കുന്ന വീടുകള്, അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവരൊക്കെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയത് ഇവരെല്ലാം സാധാരണക്കാരായിരുന്നു. നമുക്കറിയാം നമ്മുടെ ഡയമണ്ട് ബഡ് സാറ് കേബിൾ ഓപ്പറേറ്റർ ആയിരുന്നു. അദ്ദേഹം ഇന്ന് RCMന്റെ ഡയമണ്ട് ആണ്. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എത്രയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത് അദ്ദേഹത്തിന് മാത്രമല്ല ഇവിടെ, അല്ലെങ്കിൽ മൂർത്തി സാറിന് മാത്രമല്ല ഈ ഒരു വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. RCMനെ വിശ്വസിച്ച് RCMൽ ഉറച്ചു നിൽക്കുന്ന എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മള് ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വന്ന ലീഡേഴ്സിന്റെ ഒക്കെ ലൈഫ് സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഞാൻ RCMലേക്ക് വരുമ്പോ ആരായിരുന്നു? ഞാൻ വെറും വട്ടപൂജ്യമായിരുന്നു അല്ലെ? ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു എന്താ പറയാ വട്ടപൂജ്യത്തിന് ആ സമയത്താണ് ഞങ്ങൾ RCMലേക്ക് വരുന്നത് അല്ലെ? അപ്പം ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാല് ട്രഡീഷണൽ ബിസിനസ് ചെയ്ത് അത് പൊട്ടിയ സമയത്ത് നമ്മുടെ കയ്യിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് RCMന്റെ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് വരുന്നത്. അപ്പൊ മൂർത്തി സാർ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പൊ അന്ന് നമ്മളൊക്കെ എന്താ ചെയ്തേ? ഇന്നത്തെ പോലല്ല അന്ന് ജോയിനിങ് ഒക്കെ. ഒരു ജോയിനിങ് കിറ്റ് വാങ്ങി, ഒരു ID നമ്പർ കിട്ടി, ആ നമ്പറിലൂടെയാണ് ഇപ്പൊ നമുക്ക് വരുമാനം വരുന്നത് അല്ലെ? ആ നമ്പറിന്റെ ഒരു പ്രത്യേകത അതാണ്. അന്നെടുത്ത ആ ഒരു നമ്പർ, അതിലൂടെ നമുക്ക് ഇന്ന് RCMൽ എല്ലാ മാസവും നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും, ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തവർക്കും നമ്മുടെ സീനിയർ ലീഡേഴ്സിനും എല്ലാം അന്നത്തെ ഇന്നത്തെ ജോയിനിങ് പോലെ ഒന്നും അല്ല. അന്ന് ആ കിറ്റ് വാങ്ങണം, കുറെ പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് അത് കമ്പനിക്ക് അയച്ചു കൊടുത്ത്, അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ID നമ്പറിലൂടെയാണ് ഇന്നും നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതിലൂടെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് RCMൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് RCM ബിസിനസ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മൾക്ക് RCMലൂടെ കിട്ടും എന്നുള്ളതിന് നൂറുകണക്കിന് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ അതിനെ വിശ്വസിക്കുക, നമ്മളും അത് ഏറ്റെടുത്ത് ചെയ്യുക. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം പാസീവ് ഇൻകം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലത്തും അല്ലെങ്കിൽ നമ്മുടെ കാലശേഷവും നമ്മളുടെ ആ ഒരു ഇൻകം നമ്മുടെ നോമിനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന ഒരു രീതിയാണ് നമുക്ക് ഈ ലൈഫ് ടൈം പാസീവ് ഇൻകം എന്ന് പറയുന്നത് അല്ലെ? അത് RCMന്റെ ഒരു ഏറ്റവും പ്രത്യേകതയുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അത് നമ്മൾക്കറിയാം. അതായത് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനമോ അല്ലെങ്കിൽ അതിനെക്കാട്ടി മേലെയോ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാലത്തോ നമ്മുടെ കാലശേഷമോ ആ വരുമാനം നമ്മളിലേക്ക് കിട്ടാം. അപ്പൊ നമുക്ക് അത് ലഭിക്കുന്ന ഒരാളെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു RCMൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, നമുക്കൊക്കെ അറിയാം, രവി OP ശർമ്മ. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. കുറെ പേര് ഇതിൽ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ അല്ലെ? നമ്മൾ കേരളത്തിൽ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ അച്ഛൻ OP ശർമ്മ ഒരു ഐഡിയ എടുത്ത്, അതായത് തുടക്കകാലത്ത് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഉള്ള സമയത്ത് അദ്ദേഹം ഒരു ഐഡിയ എടുക്കുന്നു, RCMനെ ഏറ്റെടുക്കുന്നു, അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. RCM കണ്ടിന്യൂസ്, അല്ലെങ്കിൽ അന്നത്തെ ലീഡേഴ്സ് പറഞ്ഞത് കേട്ട് അവരെ അനുസരിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു. അതിനുശേഷം ആ ഒരു ഐഡിയയിലെ നോമിനി അദ്ദേഹത്തിന്റെ മകൻ രവി OP ശർമ്മയായിരുന്നു. അപ്പം അദ്ദേഹത്തിലേക്ക് ആ നോമിനി വരുന്നു. അപ്പൊ അതിനുശേഷം സംഭവിച്ചത് എന്താണ്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് കിട്ടിയ വരുമാനം 25 ലക്ഷം മറ്റോ ആയിരുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാനൊരു ക്ലാസ്സിൽ അങ്ങനെയാണ് കേട്ടത്. 25 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ പോയതിനു ശേഷം വന്ന ആദ്യത്തെ വരുമാനം. പക്ഷെ ഇന്ന് 50 ലക്ഷത്തിന് മേലെ അദ്ദേഹം മേടിക്കുന്നുണ്ട് അല്ലെ? അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ വരുന്ന ക്യാഷ് എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് മേലെയാണ്. അപ്പം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
അച്ഛൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് 25 ലക്ഷമാണെങ്കിൽ ഇന്ന് മകൻ വാങ്ങുന്നത് 50 ലക്ഷത്തിന് മേലെയാണ്. അപ്പൊ പാസീവ് ഇൻകം കിട്ടത്തില്ലേ? അപ്പം നമ്മൾക്കറിയാം, നമ്മളുടെ മുൻപില് ഉള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പിന്നെ സ്റ്റാർ ഡയമണ്ട് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇന്ന് രവി ഒ.പി. ശർമ്മ സാറ് സ്റ്റാർ ഡയമണ്ട് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വരുമാനം 50 ലക്ഷത്തിന് മേലെയാണ്. ഇതൊക്കെ നമ്മള് സൂമിലൂടെയും യൂട്യൂബ് നമ്മുടെ ആർസിഎമ്മിന്റെ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മുടെ കുടുംബം കഷ്ടപ്പെടാതെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളെ കഷ്ടപ്പാടും ദുരിതവും ഇല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എല്ലാ കുടുംബനാഥന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആഗ്രഹം അതൊക്കെ എല്ലാവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ്. അതിനെ ഒരിക്കലും ഒരു അത്യാഗ്രഹം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഇന്ന് നമുക്കറിയാം. രവി ഒ.പി. ശർമ്മയുടെ കാര്യം ഞാൻ അതാണ് നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. അപ്പൊ നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്നു. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയാൻ നമുക്ക് ഡ്രീംസ് ഉണ്ടാവണം അല്ലെ. എല്ലാവർക്കും ഡ്രീംസ് ഉണ്ട്. ഈ ആർസിഎമ്മില് വരുന്നവർക്ക് മാത്രമല്ല, മനുഷ്യർക്ക് എല്ലാവർക്കും ഡ്രീംസ് ഉണ്ട്. അപ്പൊ ഈ ഡ്രീംസ് എന്തൊക്കെയായിരിക്കും? ഒരു സാധാരണ മനുഷ്യന്റെ സ്വപ്നം എന്ന് പറയാൻ എന്താണ്? നല്ലൊരു വീട് വേണം, അത്യാവശ്യം നല്ലൊരു കാറ് വേണം, ബാങ്ക് ബാലൻസ് വേണം, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, പെൺകുട്ടികളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയക്കണം. ഇതൊക്കെ എല്ലാ പേരൻസിന്റെയും സ്വപ്നങ്ങളാണ്. പക്ഷെ നമുക്ക് അറിയാം, സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ജോലി കൊണ്ട് അല്ലെങ്കിൽ ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ ഈ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലെ. പക്ഷെ നമ്മൾക്ക് ഇപ്പം എല്ലാവരും പലരും ചോദിക്കും, ഇപ്പം കാർ ഇല്ലെങ്കിൽ എന്താണ്? കാർ ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചുകൂടെ? പക്ഷെ ആർസിഎമ്മിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർ അത്യാവശ്യമാണ്. കാരണം തുടക്കകാലത്ത് ബാബു സാറും ഞങ്ങളും ബിസിനസ്സിലേക്ക് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കുറെ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് പോകും. ബിസിനസ്സിന് പോകും. കുറച്ച് സാധനങ്ങൾ ബാഗിലിട്ട്. അപ്പൊ നമുക്കൊരു മാരുതി 800 കാർ ഉണ്ട്. അതവിടെ മുറ്റത്തിട്ടേക്കും. എന്താണ് അത് എടുക്കാത്തതിന്റെ കാരണം എന്ന് ചോദിച്ചാല് പെട്രോൾ അടിക്കണ്ടേ? അപ്പൊ നമ്മൾക്ക് ഒരു അധിക ചെലവല്ലേ? അപ്പൊ അതിന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അത് ഓർത്തിട്ട് നമ്മള് കാർ എടുക്കാതെ ബിസിനസ്സിന് പോകും. അപ്പൊ ഈ ബാഗിൽ കൊള്ളുന്ന കുറച്ച് സാധനങ്ങളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കി ഒരു ദിവസം ഇത് തുടക്ക സമയത്ത് അത്ര പെട്ടെന്ന് മൂർത്തി സാറ് മനസ്സിലായില്ല. പക്ഷെ മൂർത്തി സാറ് അതൊരിക്കൽ മനസ്സിലാക്കി മൂർത്തി സാറ് വഴക്ക് പറഞ്ഞ ഒരു അഡ്വൈസ് നമുക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾ ഈ ബസ്സിൽ പോയി സമയത്ത് എത്താൻ പറ്റില്ല, പ്രോഡക്റ്റുകൾ കുറച്ചേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആ പെട്രോളിന്റെ പൈസ നിങ്ങൾക്ക് നഷ്ടമല്ല വരുന്നത്. നിങ്ങളുടെ ബിസിനസ് അവിടെ സ്ലോ ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പെട്ടെന്ന് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഉയർച്ച വരണമെന്നുണ്ടെങ്കിൽ സ്പീഡായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാർ എടുത്തിട്ട് തന്നെ ബിസിനസ് പോകണം. അല്ലെങ്കിൽ അതിൽ നിറയെ പ്രോഡക്റ്റുകളായിട്ട് പോകണമെന്ന് മൂർത്തി സാറ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ കാറിനുള്ളിൽ നിറച്ച് പ്രോഡക്റ്റുകൾ വെച്ച് ബിസിനസ്സിന് പോകാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ പെട്രോള് അടിക്കുന്നത് നഷ്ടമെന്ന് വിചാരിച്ച് അവിടെ വണ്ടി ഇട്ടിരുന്നാൽ നമുക്ക് ഇത്ര സ്പീഡിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഒരു ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ നമ്മൾ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. പക്ഷേ കാർ എടുത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസം നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പൊ നമ്മൾക്ക് ഒരു 4 വീലർ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു കാർ അത്യാവശ്യമാണ്. ആർസിഎമ്മിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞു വന്നതൊന്നും അത്യാഗ്രഹമല്ല. നമ്മൾക്ക് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ലീഡേഴ്സ് എപ്പോഴും പറയുന്നത്, നമ്മൾ മാക്സിമം ബിസിനസ് സ്പീഡിൽ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ ഒരു ചെറിയ ജോലി അല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനം ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഒരു കാറ് വാങ്ങണോ നമ്മുടെ സ്വപ്നമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ആ വരുമാനം കൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എക്സ്ട്രാ ഇൻകം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എക്സ്ട്രാ ഇൻകം നേടാൻ നമ്മൾ ആർസിഎമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പക്ഷെ കുറച്ചു പേരൊക്കെ വിചാരിക്കും നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ മക്കൾ നേടട്ടെ, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞു വിടും. പക്ഷെ അവരെ കൊണ്ട് നേടാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഉറപ്പില്ല അതും അല്ലേ. പക്ഷെ ഈ ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നേടിയാലോ, അതല്ലേ കുറച്ചും കൂടെ സന്തോഷം നമുക്ക് ഉണ്ടാവുക. അവര് നേടട്ടെ, മക്കൾ അവരുടെ സ്വപ്നങ്ങൾ നേടി അവരുടെ സ്വപ്നങ്ങൾ നേടട്ടെ. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടി മക്കൾക്കും കൂടെ അത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലാണ്. ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് കാറ് വാങ്ങി, നമ്മൾ നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് വീട് വെച്ചു, നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു.
അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുന്നു, നമുക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ്. മക്കള് കൊണ്ടുപോകാതെ നമ്മൾ നമ്മുടെ പൈസ കൊണ്ട് പോയാലോ? അതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർസിഎമ്മിനെ ഏറ്റെടുത്ത് ഉഷാറായിട്ട് ചെയ്യണമെന്ന് പറയും. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നേടണം. മക്കളിലൂടെ നേടണം. അവര് നേടിക്കോട്ടെ. അവര് നന്നാവണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്കും കിട്ടണം. അവരും ആഗ്രഹിക്കുന്നു. അവർക്കും സ്വപ്നങ്ങൾ കാണണം. അവരും അതിലേക്ക് വരണം. അവരും പേരൻസിനെ നോക്കുകയൊക്കെ വേണം. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളിലൂടെ തന്നെ നമ്മൾ നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഉള്ളവർക്കുള്ളതാണ് ആർസിഎം. സ്വപ്നങ്ങൾ ഇല്ലാത്തവർക്ക് ആർസിഎം ചെയ്യണമെന്ന് യാതൊരു കാര്യമില്ല. കാരണം ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിക്കുന്നവര് ആർസിഎം ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ ഒരു വീട്. നല്ലൊരു വീട് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു വീട് നേടാൻ, അല്ലെങ്കിൽ ആർസിഎമ്മിലൂടെ എന്താ കിട്ടാത്തത്? എല്ലാം ആർസിഎമ്മിലൂടെ നമുക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് ആർസിഎമ്മിലൂടെ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം ആർസിഎമ്മിലൂടെ ലഭിക്കും. നമ്മൾ അതിന് പരിശ്രമിക്കുക. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ടൂർ പ്രോഗ്രാമുകൾ. ഇഷ്ടം പോലെ ടൂർ പ്രോഗ്രാമുകൾ, അല്ലെ? ഏത് വ്യക്തിക്കാണ് ആഗ്രഹമില്ലാത്തത്? ഒരു ടൂർ പോകണം, അല്ല ഫാമിലി ആയിട്ട് ഒന്ന് കറങ്ങാൻ പോകണം, എവിടെയെങ്കിലും ഒന്ന് പോകണം. ആഗ്രഹമില്ലാത്തവർ ആരും ഇല്ല. ആഹ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് യാത്ര പോകുന്നത്. കാരണം നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ആവാനും ഒരു സന്തോഷം കിട്ടാനും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതില്ലാത്ത ഒരാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ടൂറൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമ്പനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, പ്രൊമോഷൻ ചെയ്യുക, പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ടാർഗറ്റുകൾ കമ്പനി തരും, അതൊന്നും നമ്മൾ ചെയ്യുക, പാലിക്കുക. തീർച്ചയായിട്ടും, അല്ലെ? എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ആർസിഎം നമുക്ക് തന്നിരിക്കുന്നത്. പല്ല് തേക്കാത്തവരില്ല, കുടിക്കാത്തവരില്ല, ആഹാരം കഴിക്കാത്തവർ, ഇതെല്ലാം ചെയ്യുന്നവരാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ഉള്ളത്. അപ്പൊ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താല് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ കമ്പനി തരുന്ന ടാർഗറ്റുകൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അവര് തരുന്ന ആ ഒരു ടൂർ, അല്ലെ? നമ്മുടെ കയ്യിൽ പൈസ മുടക്കാതെ കമ്പനി തന്നെ പൈസ മുടക്കി നമ്മളെ കൊണ്ടുപോകുന്ന ടൂർ പ്രോഗ്രാമുകൾ. ഇപ്പൊ ഞാൻ ഈ 14 വർഷം കൊണ്ട് കുറേ ടൂർ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് കമ്പനിയുടെ, ഞാൻ മാത്രമല്ല ഒത്തിരി പേര് ഇതിലുണ്ട് ടൂർ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തവർക്ക്. അങ്ങനെ പോയവർക്കറിയാം, നമ്മളെ പോലെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കി പോയി താമസിക്കാൻ പറ്റാത്ത ഹോട്ടലുകളിൽ, സ്റ്റാർ ഹോട്ടലുകളിൽ നമ്മൾ താമസിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി ഇപ്പം സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ വില്ല അവിടെയൊക്കെ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ട് പൈസ മുടക്കി പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഈ അങ്ങനെ ഒരു കാര്യം കമ്പനി നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മൾ ഇത് ഏറ്റെടുത്ത് ചെയ്താൽ തീർച്ചയായിട്ടും കമ്പനിയുടെ ചെലവിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ കമ്പനികളുടെ ചെലവില്, അല്ലെ അവര് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ആ ഒരു സന്തോഷം നമ്മൾക്ക് ടൂറിന് പോയിട്ടുള്ളവർക്ക് അറിയാല്ലേ ആ ഒരു സന്തോഷം. എന്തോരം നമ്മൾ എൻജോയ് ചെയ്യുന്ന അവിടെ പോയിട്ട്, അല്ലെ? അതിപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് പോയാലും ആ ഒരു യാത്ര ടൂർ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിങ്ങനെ കുറച്ചും കൂടെ വിശാലമായിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുരുക്കി പിടിച്ച് നമ്മളിപ്പോ നമ്മുടെ ചെറിയ വരുമാനമൊക്കെ വെച്ച് പോയാൽ മാക്സിമം ചുരുക്കി പിടിച്ച്, നമുക്ക് പറ്റാത്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ. അപ്പൊ നമ്മളിങ്ങനെ ചുരുക്കി പിടിച്ചൊക്കെ പോകത്തുള്ളൂ. പക്ഷെ ലാവിഷായിട്ട് നമ്മളെ കമ്പനി കൊണ്ടുപോകാൻ ഇവിടെ റെഡിയാണ്. ഇപ്പൊ കമ്പനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ, അല്ലെ, പ്രൊമോഷൻ, നമ്മൾ ഈ പ്രോഡക്റ്റുകൾ പ്രൊമോഷൻ ചെയ്യുക, അല്ലെങ്കിൽ ടാർഗറ്റുകൾ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് നമുക്ക് ടൂർ പ്രോഗ്രാം, അല്ലെ ഇന്റർനാഷണൽ ടൂറുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കമ്പനിയിൽ നിന്ന് പോയതാണ് തായ്ലാന്റിൽ പോയ കുറെ ആൾക്കാർ നമ്മുടെ കൂടെ, ഞാനും ബാബുസാറും പോയി. അപ്പൊ ഒരുപാട് സന്തോഷമാണ്. കാരണം ഞാൻ എയർഫോഴ്സിൽ ബാബുസാറിന്റെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു എന്നല്ലാതെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ നമ്മുടെ സ്വന്തം വരുമാനം കൊണ്ട് പോകാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് പാസ്പോർട്ട് പോലും ഉണ്ടായിരുന്നില്ല. തായ്ലാന്റിൽ പോകാൻ നേരമാണ് ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നത് തന്നെ. കാരണം പോകാൻ നമ്മൾ അച്ചീവ് ചെയ്തു, അപ്പം പാസ്പോർട്ട് എടുത്തു, അങ്ങനെ പോയി. അപ്പൊ അല്ലാതെ അങ്ങനെ പോകാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ മക്കളും എല്ലാം പുറത്തും എല്ലാം പോയിട്ട് അവരെവിടെങ്കിലും കൊണ്ടുപോകും എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാനും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മള് സാധാരണ മനുഷ്യരൊക്കെ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അല്ലാതെ തന്നെ ആർസിഎം എന്ന പ്രസ്ഥാനത്തിലെ ന്യൂട്രിചാർജിന്റെ കൂടെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത കമ്പനി നമ്മളെ തായ്ലാന്റിൽ കൊണ്ടുപോയി. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ദിവസങ്ങളായിരുന്നു അവിടെ. നമുക്ക് സ്വപ്നം പോലും കാണാൻ മേലാത്ത തരത്തിലുള്ള ഹോട്ടലില് നമ്മൾ പോയി താമസിക്കുക. അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു സ്വപ്നം പോലെ അത് നടന്നു എന്ന് പറയാം. ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതിശയാണ്, അത് സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് കമ്പനി തരാൻ റെഡിയാണ്. നമ്മൾ ഇതിനെ ഒന്ന് ഏറ്റെടുത്താൽ മതി. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താണ്? ഫെയിം ആൻഡ് റെക്കഗ്നേഷൻ, പ്രശസ്തി അംഗീകാരങ്ങളും കിട്ടുന്നു, അല്ലേ? ഇവിടെയാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇപ്പം ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന ഞാൻ
അല്ലെങ്കിൽ വീടിനുള്ളിൽ ഒതുക്കിക്കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് RCMലൂടെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു. എന്നെ ഒരുപാട് പേര് അറിയുന്നു. RCMൽ ഇപ്പം കേരളത്തിനുള്ളിൽ, ഞാൻ കേരളത്തിന് പുറത്തേക്കില്ല, കേരളത്തിനുള്ളിലുള്ള RCM ഫാമിലി മെമ്പേഴ്സിലെ ഒത്തിരി പേർക്ക് എന്നെ അറിയാം. കാരണം നമ്മള് 14 വർഷമായിട്ട് RCM എന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു. കുറെ ആൾക്കാർക്ക് RCMനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് വേണ്ട എന്താ അവരെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സൂമിൽ ക്ലാസ് എടുക്കാനായിട്ട് തയ്യാറാകുന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പം കുറെ ആൾക്കാർക്ക് എന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്കൊരു സന്തോഷം. കാരണം എന്നെ സംബന്ധിച്ച് ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങി കൂടിയിരുന്ന എന്നെ, ആരും അറിയാത്ത എന്നെ RCMൽ ഒരുപാട് ആൾക്കാർ അറിയുന്നു അല്ലെ. ഇപ്പൊ എന്റെ പേര് പറഞ്ഞാൽ തന്നെ അറിയുന്ന ഒരു ഞാൻ മാത്രമല്ല കേട്ടോ, എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ബാബു സാറിനെയും അതുപോലെ കോട്ടയം ബാബു സാർ എന്ന് പറഞ്ഞാല് RCMല് കുറെ ആൾക്കാർ, എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നില്ല, പക്ഷെ കുറെ ആൾക്കാർക്ക് അറിയാം. അതൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലെ, നമ്മളെ മറ്റുള്ളവർ അറിയുകയാണ്. അതുപോലെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ RCMല് വന്നതിന് ശേഷം നമുക്കറിയാം ഒരുപാട് അംഗീകാരങ്ങൾ നമുക്ക് RCMലൂടെ ലഭിച്ചിട്ടുണ്ട്. എന്താ പറയാ, ഓരോ പിന്ന് ചേഞ്ച് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മളെ അവിടെ പൊന്നാട തരുന്നു, നമുക്ക് ഇത് ട്രോഫി തരുന്നു. അങ്ങനെ നമ്മളെ ഒരു അംഗീകാരങ്ങൾ ആഗ്രഹിക്കാത്തവരാരുമില്ല. പക്ഷെ നമ്മൾ വേറെ എവിടെ നിന്നാലും കിട്ടാത്ത അംഗീകാരം, ഒരു സാധാരണ വീട്ടമ്മയായിട്ടിരുന്ന എനിക്ക്, അടുക്കളയ്ക്കുള്ളിൽ കഴിഞ്ഞിരുന്ന എനിക്ക് എവിടുന്ന് അംഗീകാരങ്ങൾ തരാന്? ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്തൊക്കെ ചെയ്തു കൊടുത്താലും കൊള്ളാം, നല്ല, ഇത്രയല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ എന്താണ് നമുക്കൊരു വീട്ടമ്മയ്ക്ക് കിട്ടുക? പക്ഷെ സാറിന്റെ കൂടെ RCMലേക്ക് ഇറങ്ങി പൂർണ്ണമായിട്ട് RCMനെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാറിന് കിട്ടുന്ന അംഗീകാരങ്ങൾക്കെല്ലാം ഞാനും ഒരു പാർട്ടാവുകയാണ്. ഇപ്പം ഒരു പൊന്നാട കിട്ടിയ രണ്ടുപേരെ കൂടെ ആണ് പുതപ്പിക്കുന്നത്. ഒരു ട്രോഫി കിട്ടിയാൽ അത് രണ്ടുപേരും കൂടാണ് വാങ്ങുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഇവിടെ RCMലൂടെ നമുക്ക് നേടാനായിട്ട് നമുക്ക് ഇവിടെ എല്ലാം റെഡിയാണ്. നമ്മളൊന്ന് തയ്യാറായാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ചോയ്സ് ആക്കാൻ പറ്റും. കാരണം എങ്ങനെ ജീവിക്കണം, എവിടൊക്കെ പോണം, എന്തൊക്കെ ചെയ്യണം, എനിക്ക് എന്തൊക്കെ കിട്ടണം, എനിക്ക് എന്തൊക്കെ വേണം, ഞാൻ എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു, ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു എന്താ പറയാ, ഈ ഒരു പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ വരുമാനം പോലും നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊരു വരുമാനം എഴുതി വെച്ചാൽ അത് നേടാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മറ്റൊരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്താൽ എന്താ സംഭവിക്കുക? നമുക്ക് അവര് തരുന്ന സാലറി വാങ്ങി അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം. നമ്മുടെ വല്ല സ്വപ്നങ്ങൾ നടക്കുവോ, നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അല്ലെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ നമുക്ക് RCM തിരഞ്ഞെടുക്കാം. അത് ആഗ്രഹമുള്ളവർക്ക് RCMനെ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് RCMലൂടെ എന്തൊക്കെ നേടാൻ പറ്റുമോ അതെല്ലാം നേടാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ RCMനെ ഒന്ന് ഏറ്റെടുക്കുക. പിന്നെ നമ്മൾ സീനിയർ ലീഡേഴ്സിനെ നോക്കുക. തുടക്കകാലം മുതലേ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നപ്പോൾ വന്ന ലീഡേഴ്സിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മളെ പോലെ തന്നെയല്ലേ അവരും. ഒരു തല, രണ്ട് കണ്ണ്, രണ്ട് ചെവി, രണ്ട് കയ്യ്, രണ്ട് കാല്, ഇത്രയൊക്കെ തന്നെയുള്ളൂ അവർക്കും അല്ലെ. എക്സ്ട്രാ ഒന്നുമില്ല. നമ്മളെ പോലെ തന്നെയാണ് അവരും. പക്ഷെ അവര് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറെ സാക്രിഫൈസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അവർക്ക് പിന്തിരിഞ്ഞു പോകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രോഡക്റ്റ് മാത്രമുള്ള സമയത്ത് വന്ന ആ സമയത്ത് ഒത്തിരി പേര് തിരിഞ്ഞു പോയിട്ടുണ്ടാകും, പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതും കൊണ്ട് എന്ത് ചെയ്യാനാ എന്ന് വിചാരിച്ച്. പക്ഷെ അവിടെ പിടിച്ചു നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള സീനിയർ ലീഡേഴ്സ് ആയിട്ട് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരും നമ്മളും തമ്മിൽ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആൾക്കാരായിരിക്കാം, കുറച്ച് പേര് എഡ്യൂക്കേഷൻ കുറവുള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും അവരും നമ്മളും തമ്മിലില്ല. പക്ഷെ ഇവിടെ നമ്മൾക്ക് നേടേണ്ട അറിവെന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് കുറെ ഡിഗ്രികളൊന്നും എനിക്കില്ല. ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ്, അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ്. പക്ഷെ RCMൽ വന്നതിന് ശേഷം RCMനെ കുറിച്ച് പഠിച്ചു, പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചു, അതിന്റെ രീതികൾ പഠിച്ചു, എങ്ങനെയാണ് ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പഠിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്കൊരു സൂം മീറ്റിംഗിൽ ഒരു ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുക, അങ്ങനെ RCMനെ കുറിച്ച് പഠിച്ചു. നമുക്കറിയാം RCMന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന കുറെ കമ്പനികൾ നമുക്കറിയാം. നമ്മുടെ ഹരിത സഞ്ജീവനി, ന്യൂട്രിചാർജ്, പ്രസ്റ്റീജ്, പിന്നെ കീസോള് നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ആണ്, വേറൊരു സെഷൻ ആണെന്ന് മാത്രം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതൊക്കെ RCMൽ വന്നതിന് ശേഷം അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ഡിഗ്രിയും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വേണ്ട. ഇവിടെ അതൊന്നും ആരും ചോദിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലാണ് RCM ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സീനിയർ ലീഡേഴ്സിനെ പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും
വ്യത്യാസമോ മറ്റു കാര്യങ്ങളൊന്നും അവർക്കും ഇല്ല. നമ്മളെല്ലാം ഒരുപോലെ തന്നെയാണ്. ഈ അല്ലെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ആർസിഎമ്മിൽ നമുക്കൊരു പ്രശ്നമേ അല്ല. ഒന്നും ചോദിക്കുന്നില്ല അല്ലെ? 18 വയസ്സാവണം, ഒരു ഐഡി എടുക്കണം. ഇത് മാത്രമേ നമുക്ക് ആർസിഎമ്മിൽ ചെയ്യേണ്ടതുള്ളൂ. അപ്പം ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇപ്പം ഭട്ട് സാറിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. ആരായിരുന്നു സാറ്? കേബിൾ ഓപ്പറേറ്റർ ആയിരുന്നു. അവിടെ നിന്ന് ഇന്ന് സാറ് ആർസിഎമ്മിന്റെ ഡയമണ്ട് ആണ്. അതുപോലെ നമ്മുടെ ആർസിഎമ്മിലെ എന്തോരം ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ അല്ലെ, എഡ്യൂക്കേഷൻ കുറവായിരുന്ന ആൾക്കാരുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ ഉള്ളവരെ നോക്കണ്ട, കാരണം നമുക്ക് കുറെ കാര്യങ്ങള് കുറച്ചും കൂടെ ഇപ്പൊ എനിക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാവുന്നതിനേക്കാളും ബാബു സാറിന് കുറച്ചും കൂടെ മനസ്സിലാവും. കാരണം സാറിന് കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ അതുപോലെ നമ്മുടെ കൂടെ കുറെ ആൾക്കാരുണ്ട്. നമുക്ക് ഇവർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുമ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ 10 പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ ഗ്രഹിക്കാൻ തയ്യാറാവണം, നമ്മൾ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറാവണം, നമ്മൾക്കിത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം, നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ നേടാൻ നോക്കണം. അപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതെല്ലാം. അപ്പൊ ആർസിഎമ്മിലൂടെ നമുക്ക് ഇത് കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക, നമ്മുടെ ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുക. അപ്പൊ നമ്മൾ ആർസിഎമ്മിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്നാ ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, എഴുതിയെടുക്കുന്നു വിചാരിച്ചു. ഒന്നാമത് ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഇൻകം നമുക്ക് കിട്ടുന്നു, രണ്ടാമത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കിട്ടുന്നു, മൂന്നാമത് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നു, നാലാമത് എന്താണ് പറഞ്ഞത്, നമുക്ക് ടൂർ പ്രോഗ്രാമുകൾ കിട്ടുന്നു, പിന്നെ നമുക്ക് ഫെയിം ആൻഡ് റെക്കഗ്നേഷൻ കിട്ടുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ആർസിഎമ്മിലൂടെ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് പറയാനുള്ള സമയമില്ല, സമയക്കുറവുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം ആർസിഎമ്മിലൂടെ കിട്ടുക. ഇത് കിട്ടിയ ലീഡേഴ്സ് ഇവിടെ നമ്മുടെ കൂടെയുണ്ട്, ഇഷ്ടംപോലെ ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ഈ കൊച്ചു കേരളത്തിലുണ്ട് നമ്മുടെ കൂടെ. കേരളത്തിന് വെളിയിലുള്ള ലീഡേഴ്സിനെ നമുക്കറിയാം. അപ്പം വിചാരിക്കുക, ഇവർക്ക് മാത്രമല്ല എനിക്കും ഇത് സാധിക്കും. നമ്മളെ പോലെ തന്നെ സാധാരണ മനുഷ്യരാ അവരും. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കുറവുകൾ, അല്ലെ എന്നെ കൊണ്ട് പറ്റില്ല ഇത് പഠിച്ചെടുക്കാൻ, ഇപ്പൊ എനിക്ക് കൈയില്ല, എനിക്ക് കാലില്ല, എനിക്ക് കണ്ണില്ല, ഇതൊന്നും ഇവിടെ ഒരു കുറവേ അല്ല. ഇതൊക്കെ ഉള്ള ആൾക്കാരെ നമ്മുടെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെയും വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ യാതൊന്നും ഒരു കുറവേ ആർസിഎമ്മിൽ അല്ല. കുറവുകളൊന്നും ആർസിഎമ്മിൽ പ്രശ്നമല്ല. നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്താൻ പറ്റുന്ന ഒരാളെ നമ്മൾ കണ്ടുപിടിക്കുന്നു, അവരിലൂടെ നമ്മളെ ടീം ബിൽഡ് ചെയ്യുന്നു, അവരും വിജയിക്കും, നമ്മളും വിജയിക്കും. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു ജീവിതം കൊടുക്കാം, വരുമാനം കൊടുക്കാം. അപ്പൊ മറ്റുള്ളവർക്ക് നന്മ കൊടുത്തുകൊണ്ട് അവർക്കും വരുമാനം കൊടുത്തുകൊണ്ട് നമുക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ആർസിഎം എന്ന പ്രസ്ഥാനം. അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങള് നിങ്ങളുടെ ഉള്ളിൽ വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു പ്രോഡക്റ്റിൽ തുടങ്ങി 4000 പ്രോഡക്റ്റിന് മേലെ നമുക്ക് ഇന്നുണ്ട്. അപ്പൊ ഈ 4000 പ്രോഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നേടാൻ സാധിക്കും. അപ്പൊ ഞാന് നിർത്തുകയാണ്. സമയം കുറച്ച് മുന്നോട്ടേക്ക് പോയി, ക്ഷമിക്കുക. പറഞ്ഞു വരുമ്പോ ആർസിഎമ്മിനെ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, സമയം തികയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർസിഎമ്മിന്റെ ഈ 14 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. എനിക്ക് 14 വർഷം കൊണ്ട് കാണാൻ സാധിച്ച കാര്യങ്ങള്, അറിയാൻ സാധിച്ച കാര്യങ്ങള്, അല്ലെങ്കിൽ എന്റെ സീനിയർ ലീഡേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകള്, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ക്ഷമിക്കുക സമയം അധികം എടുത്തതിന്. അപ്പൊ ഒരിക്കൽ കൂടി TCG ഓർക്കുന്നു. നമുക്ക് ഈ ഒരു നല്ല പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് തന്ന TCG ഓർക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക്. അത്രയും നല്ലൊരു വ്യക്തി, അത്രയും നല്ലൊരു പ്രസ്ഥാനം നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നു. അദ്ദേഹത്തെയും കുടുംബത്തെ ഓർക്കുന്നു. പിന്നെ നമുക്ക് കേരളത്തിലേക്ക് ഈ ആർസിഎം എന്ന പ്രസ്ഥാനം കൊണ്ടുവന്ന ഗോകുമാർ സാറിനെയും കുടുംബത്തെ ഓർക്കുന്നു. ഞങ്ങളെ ആർസിഎമ്മിലേക്ക് കൈപിടിച്ചുകൊണ്ട് നിന്ന സഫീർ, മൂർത്തി സാർ, അഖില മാഡം, അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളെ പെടുത്തിയെന്ന് വിചാരിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ കുടുംബമാണ് മൂർത്തി സാർ, അഖില മാഡം. പിന്നെ ഞങ്ങളുടെ അപ്ലൈൻ ബിൻ സാർ, സിസ്ലി മാഡം, അവരെ ഓർക്കുന്നു. ഞങ്ങളുടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരെയും പേരെടുത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ബാബു സാർ അവിടെ നിന്ന് കയ്യും കാലൊക്കെ കാണിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പൊ പേരെടുത്ത് പറയാൻ പോയാലേ സമയം പോകും, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരെയും ഞാൻ ആർസിഎമ്മിലെ എന്റെ ഫാമിലി മെമ്പേഴ്സിനെ മുഴുവൻ, എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന, ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ ആർസി ഫാമിലി മെമ്പേഴ്സ്, ആർസിഎം ഫാമിലിയാണ്, നമ്മുടെ ഫാമിലിയാണ്, നമ്മളൊരു ഫാമിലിയാണ്. എല്ലാവരും ഓർക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അപ്പം എനിക്ക് ഒരു അവസരം തന്ന റജിമോൻ സാറിന് നന്ദി പറയുന്നു. ആർസിഎം, ഗുഡ് ആർസിഎം. താങ്ക് യു സാർ.